ഇന്ന് നോമ്പ് ഒന്ന് ഞാൻ ഒന്നും നോക്കില്ല, നേരെ പള്ളിക്കാണ്ട് വിട്ടപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ സാധനം തപ്പിയ കാണില്ല. ഇവിടെ നമ്മുടെ നാട്ടിലേക്കാണ് നോമ്പിന് മാത്രം പള്ളി പോണ കുറച്ച് മഹാമാരുണ്ട്. ഇവിടെ നടക്കൂലട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും ഞാൻ ഇവിടെ തപ്പി ഉണ്ടാക്കണ വേറെ ഒന്നല്ല, നമ്മളെ സുനാഗി ഉണ്ട്. സുനാഗി നമ്മളെ ചെരുപ്പിട്ടോ തപ്പി ഏതായാലും നമ്മളെ ചീലിട്ടി. ഇതാണ് പണ്ട് രാജാക്കന്മാർ യൂസ് ചെയ്യുന്ന ചെരുപ്പിട്ടോ. ആ സാധനമാണ് എനിക്ക് കിട്ടിയത്, അതൊന്നും നോക്കില്ല. അങ്ങനെ ഏതായാലും നമ്മൾ നേരെ ഇവിടെ ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ടായിരുന്നു. പച്ചക്കറി എല്ലാ സാധനം പള്ളി നിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ. ഇവിടെ തട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ തട്ടുകച്ചവടം വലിയ വലിയ കച്ചവടങ്ങളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ നിറച്ചുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും നോക്കി എന്തൊക്കെ സാധനമല്ലേ. അപ്പോൾ നമ്മൾ യമനികളെ തൊട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് നേരെ എടുത്ത് നമ്മൾ എന്ത് ചെയ്ത് ആ സാധനം ഇങ്ങോട്ട് വാങ്ങി. ഈ പഴത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ പഴം മൈസൂർ പഴത്തിൻ്റെ മാതിരി കേട്ടോ. അങ്ങനെ ഏതായാലും ഇത് വാങ്ങിയിട്ട് പൊരിച്ചുണ്ടാക്കാതെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങി. അങ്ങനെ ചോദിച്ചാൽ എന്താ വില വെച്ച്. അപ്പോൾ അവൻ പറഞ്ഞാൽ 5 റിയാലുള്ള ഇജ്ജ് വാങ്ങിക്കോ എന്ന് പറയും. എന്നായിക്കോട്ടെ, ഒരു കപ്പ് എടുത്തോളി പറഞ്ഞു. ഒരു കപ്പ് കാരണം 1 കിലോ കേട്ടോ. നമ്മൾ പിന്നെ അതൊക്കെ പറയും, നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഏതായാലും ഞാൻ കജ്ജിലൊക്കെ പിടിച്ച് ഒരു സംഭവം എന്നല്ല, നല്ല പളപളങ്ങനെ സാധനം കയ്യിലാണ് പിടിച്ചപ്പോൾ നിങ്ങൾ എലുമ്പിയായിട്ട് പോകുകയായിരുന്നില്ലേ. അങ്ങനത്തെ ഒരു സുഖാട്ടോ, ഒരു പ്രത്യേക വൈബ്. അങ്ങനെ ഏതായാലും സാധനമാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓരോരുത്തരും അവിടെ തിക്കും തിരക്കും ഉണ്ടാകുന്നത്. അപ്പുറത്തും കണ്ടമാനം സാധനങ്ങളുണ്ട് കേട്ടോ. പള്ളീൻ്റെ ഇപ്പുറത്ത് എത്തി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ എല്ലാ ഐറ്റം സാധനം. എടാ മുത്തുമണിയെ കൊണ്ടടാ ഇവിടെ വെയിറ്റിംഗ് എടാ, പയത്തിന് വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അവനെ വെറുപ്പിച്ച്. അങ്ങനെ ഏതായാലും കുറേ നിന്നപ്പോൾ ഞാൻ തന്നെ അയക്കെടുത്തിട്ട് അങ്ങനെ ആ പയും വാങ്ങി. പിന്നെ വത്തക്ക വാങ്ങാനായിട്ട് പോയി. വത്തക്ക എന്ന് പറഞ്ഞാൽ ഒരു ആനവൽപ്പുള്ള വത്തക്കാണ്. ആ വത്തക്ക നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവൽ സാധനം. അങ്ങനെ ഏതായാലും നോക്കില്ല മോനെ, ഒരു വത്തക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഓന് നമ്മളെക്കാട്ട് വലിയ തിരക്ക്. എന്നാൽ പിന്നെ അവിടെ നിൽക്കേണ്ട, നേരെ അങ്ങോട്ട് പോയി. പിന്നെ നേരെ വേണ്ട സൂപ്പർ മാർക്കറ്റിലെ കുറച്ച് മൈദ വാങ്ങണം. ഇവിടുത്തെ മൈദ എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ മൈദ